ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് എയർ ഫ്രഷ്നർ ആണ് കേട്ടോ. നമ്മൾ വീട്ടിലും കാറിലെല്ലാം എയർ ഫ്രഷ്നർ യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അത് ഹോം മെയ്ഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. നമ്മളെ കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ അത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ക്യാപ്പില്ല, ക്യാപ്പ് പൊട്ടിയ ഒരു ബോട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് വേണ്ടത് വാനില എസൻസ് ആണ്. വാനില എസൻസ് ഇല്ലെങ്കിൽ നമുക്ക് കറുവാപ്പട്ട ഉണ്ടല്ലോ, അത് പൊടിച്ചിട്ട് വറുത്ത് പൊടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ തുളസി ഉണ്ടല്ലോ, അതൊന്ന് ഉണക്കി പൊടിച്ചിട്ടും അതും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫാബ്രിക് കണ്ടീഷണർ ഉണ്ടല്ലോ, അതും ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം ഒന്ന് നനഞ്ഞ് വരുന്ന പോലെ നമുക്കിത് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വേണ്ട, ജസ്റ്റ് ഒന്ന് നനവ് മാത്രം മതി. ബേക്കിംഗ് സോഡ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഒന്ന് കവർ ചെയ്ത് വെക്കണം. അപ്പോൾ ഇതൊരു ട്രാൻസ്പാരൻറ്റ് പേപ്പർ ആട്ടോ, അതായത് നമ്മൾ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ ഇത് നനയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവർ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു ട്രാൻസ്പാരൻറ്റ് പേപ്പറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊന്ന് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇതൊന്ന് കവർ ചെയ്തിട്ട് ഇതിന് റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം. റബ്ബർ ബാൻഡോ നൂലോ എന്താ വെച്ച് കെട്ടി വെക്കാം. നല്ല ഭംഗിയൊക്കെ ആയിട്ട് നമുക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബോട്ടിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമുക്ക് റിബണൊക്കെ വെച്ചിട്ടൊന്ന് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിനൊന്ന് കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ബാത്റൂമിലോ കിച്ചണിലോ എവിടെ വെക്കാം. നല്ലൊരു മണം കിട്ടും കേട്ടോ. ഇതിനി കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഫിൽ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് മെത്തേഡ് നമ്മൾ ഉപ്പ് കൊണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ബേക്കിംഗ് സോഡ ഒന്നും ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് ഉപ്പ് കൊണ്ട് നമുക്കത് ചെയ്തെടുക്കാം. കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പൊടിയാണുള്ളത്, അപ്പോൾ പൊടി എടുത്തിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ഗ്ലാസിൻ്റെ ബോട്ടിലോ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഞാനൊരു ഗ്ലാസിൻ്റെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇല്ല നമുക്ക് കാറിലൊക്കെ വെക്കാനാണെങ്കിൽ ഒരു നല്ലൊരു ബോട്ടിൽ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ചെറിയൊരു ബോട്ടിലൊക്കെ നല്ല ഭംഗിയുള്ളത്, അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് കാറിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടതിലേക്ക് കുറച്ച് ഗ്രാമ്പുമാണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഫാബ്രിക് കണ്ടീഷണറാണ്. നമ്മൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഫാബ്രിക് കണ്ടീഷണർ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉപ്പെല്ലാം ഒന്ന് നനയാൻ വേണ്ടിയിട്ട് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ബോട്ടിൽ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഒന്ന് നനഞ്ഞ് കിട്ടും. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ ക്യാപ്പിലൊന്ന് ചെറിയ ഹോൾ ഇടാം. അപ്പോൾ ഞാൻ ചെറിയ ഹോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് പതുക്കെ കുത്തി കൊടുത്തതാണ്, പക്ഷെ അത് വലിയ ഹോളായിപ്പോയി. അപ്പോൾ ഇനി അല്ലെങ്കിൽ നമ്മൾ പപ്പടക്കോല് വെച്ചിട്ട് ചെറിയ ചെറിയ ഹോൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തതിന് ശേഷം എവിടെ വെച്ചാൽ നമ്മൾ വെക്കുന്നത് അവിടെ വെക്കാം കേട്ടോ. നമ്മൾ ബാത്റൂമിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബാഡ് സ്മെല്ല് പോയി കിട്ടും. നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്ന ചെറിയ ചെറിയ ബോട്ടിൽ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ റൂം ഫ്രഷ്നർ ഉണ്ടാക്കിയിട്ട് നമ്മുടെ വീട്ടിൽ വെക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ താഴെ കാണുന്ന കുഞ്ഞ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ. താങ്ക് യു.